പത്തേമാരി എന്ന് പറയുന്നത് ശരിക്ക് എൻ്റെ ഒരു അറിവിൽ ഈ ആളുകൾ ഈ പിന്നെ ചരക്ക് കപ്പലുകളിൽ ആളുകൾ യാത്ര ചെയ്തു വരുന്നതാണ് പത്തേമാരി എന്ന് പറയുക. അപ്പോൾ 50കളിൽ അതിൽ ഗൾഫിൽ എണ്ണയുടെ കണ്ടുപിടുത്തം കഴിഞ്ഞിട്ട്, അതായത് ചരിത്രം പറയുന്നത് തന്നെ ക്യാമൽ ടു കാഡിലാക്ക് എന്നാണ്. അതായത് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിരുന്ന അറബികൾ അക്കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ള കാറുകളിലൊന്നായി കാഡിലാക്കിലേക്ക് മാറുക. അത് അവരുടെ ഒരു ആ സമയത്താണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യമുണ്ടെന്നും അവിടെ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് 60കളിൽ നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാർ, ഇപ്പം ഞാൻ ഇപ്പോൾ ഈ ഇതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കണ്ടു. ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അവർ. ഒരു 70-80 പിന്നെ 70-80 വയസ്സ് പ്രായമുള്ള ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യാത്രയിൽ ഒരു വലിയ റിസ്ക് ഉണ്ട്. ഫസ്റ്റ് മൂവിയാണല്ലേ പത്തേമാരി, അതിൽ നളിനി എന്ന കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് മൂവിയാണ്. യെസ്, എൻ്റെ ആദ്യത്തെ മൂവിയാണ്. ഞാൻ അതിനു മുമ്പ് മൂവി ക്യാമറയിൽ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഷോർട്ട് ഫിലിം പോലും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കങ്ങനെ അഭിനയിച്ച് വേറെ അധികം എക്സ്പീരിയൻസുകളില്ല എന്താ പറയുക സിനിമകൾ. അപ്പോൾ ഇങ്ങനെ ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഫസ്റ്റ് തന്നെ വന്നപ്പോൾ അത് വലിയൊരു വെല്ലുവിളി ആയിരുന്നു. കാരണം നളിനി എന്ന് പറയുന്നത് 1980s അവരുടെ ചെറുപ്പവും പിന്നീട് ഈ കാലഘട്ടങ്ങളിൽ അവർ ഏറ്റവും വയസ്സായിട്ടുള്ളൊരു ക്യാരക്ടറൈസേഷനാണ് വന്നിട്ടുള്ളത്. സോ ഇറ്റ് വാസ് എ ചലഞ്ച് ഫോർ മീ. പിന്നെ ഈ ഒരു ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത്, ഞാൻ മമ്മൂക്ക കുറേ വർഷത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വരുന്നു. അതായത് കല്യാണം കഴിച്ച് പോയിട്ട് ഇയാൾ തിരിച്ചു വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ നാരായണനെ കാണാൻ വേണ്ടി നളിനി തൂണിൻ്റെ പുറകിൽ നിന്ന് ഒളിഞ്ഞു നോക്കുക. കാരണം നളിനി ഇന്നത്തെ കാലത്തൊരു പെൺകുട്ടിയല്ല. ഇതിന് 4 കാലഘട്ടം ആയതുകൊണ്ട് കുറേ ചാലഞ്ചിങ് ആയിരുന്നു. 4 ഡിഫറെൻറ്റ് സ്റ്റൈൽസും 4 വിഷ്വൽ പാറ്റേൺസും യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഡിഫറെൻ്റായിട്ടൊരു തോട്ട് പ്രോസസ് കൂടെയാണ് ചെയ്തത്. എക്സാമ്പിളായിട്ട് സ്റ്റാർട്ട് 1965 സ്റ്റാർട്ട് ചെയ്യും, 1980, 97 ആൻഡ് 2015. അങ്ങനെ 50 കൊല്ലത്തെ ഒരു കഥയാണ്. അപ്പോൾ നമ്മൾ 65-ൽ മാക്സിമം മിഡ് ഷോട്ട്സാണ് യൂസ് ചെയ്തത്. പത്തേമാരിയുടെ എഡിറ്ററുടെ കൂടെയാണ് വിജയ്. അപ്പോൾ നമുക്കറിയാം സാറിൻ്റെ കൂടെ ഇതെൻ്റെ 3rd ഫിലിമാണ്. സോ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരാളുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ ആ കൊളാബറേഷൻ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വം ഉണ്ടാവാറുണ്ട്. അതെനിക്ക് വളരെ നല്ല ഫ്രീഡമാണ് സാറ് തരുന്നത് വർക്ക് ചെയ്യാനും. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു ആംബിയൻസ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ട്. അപ്പോൾ ഐ എൻജോയ് വർക്കിംഗ് വിത്ത് സാറ്. വന്നിട്ട് എല്ലാ കാര്യങ്ങളിലും സാറ് തന്നെയാണ് പുറകെ. സോ ഇപ്പോൾ റീസെൻ്റായിട്ട് ചെന്നൈയിൽ ചെന്ന് ഫൈനലായിട്ട് ഞങ്ങൾ ഫിലിം ഫൈനലൈസ് ചെയ്യുമ്പോൾ പോലും ഞങ്ങൾ 2 ആളും ബസ്സിൽ കയറി ചെന്നൈയിലെത്തി. ടിക്കറ്റ് ഒന്നും ഇല്ല, ബട്ട് വി ഗോട്ട് എ ബസ് ആൻഡ് വെൻ ദെയർ. സോ ഹിസ് പ്രസൻസ് ഇൻ ദ മൂവി ഈസ് വെരി യുണീക്ക്. മമ്മൂട്ടിയുടെ ഫിലിമിൽ മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മമ്മൂക്കയ്ക്ക് ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ ഒരു കുടുംബാംഗമാണ് ഞാൻ. മമ്മൂക്കയുടെ സിസ്റ്ററായിട്ട് 3 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 3 സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരാളാണ്. അതെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുണ്ട്, പക്ഷെ അതേസമയത്ത് ഇത്തിരി കുശുംബിയാണ്. അതായത് ഒരു സാധാരണ നാത്തൂന്മാർ, ജുവലിനെ നമ്മൾ കൂടുതലൊന്നും ടെൻഷൻ ചെയ്യാത്ത രീതിയിലുള്ള ഒരു നല്ല നാത്തൂനായിട്ട് തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇതിൽ കഥാപാത്രം എന്നതിനേക്കാളും ഉപരി ഞാൻ നോക്കിക്കാണുന്നത് ഇത്രയും വലിയ എന്താ പറയുക നാഷണൽ അവാർഡ് വിന്നേഴ്സായ മമ്മൂക്ക, സലീംക്ക, മധു സാറ്, റസൂൽ പൂക്കുട്ടി, അവരുടെ ഒരു ഗ്യാങ്ങിൽ, അവരുടെ ഒരു കൂട്ടായ്മയിൽ ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റ്. പത്തേമാരിയിൽ 3 ഗാനങ്ങളാണല്ലേ സാർ ഉള്ളത്? 3 ഗാനങ്ങളും മെലഡീസ് തന്നെയാണോ? 3 മെലഡീസ് എന്ന് തന്നെ പറയാം. അതിൽ ഒരെണ്ണം ടൈറ്റിൽ സോങ്, പക്ഷേ കുറച്ചൊരു മോഡേൺ ഒരു പെപ്പി നമ്പറാണ്. അതൊരു പുതിയ ദുബായിയെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു പാട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു അറബിക് ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ചൊരു ഈജിപ്ഷ്യൻ അങ്ങനത്തെ ഒരു മിഡിൽ ഈസ്റ്റ് കൈൻഡ് ഓഫ് ഒരു ഫ്ലേവർ ആ സോങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദുബായിയുടെ വിഷ്വൽസും ദുബായിയുടെ കാവോസും അതിൻ്റെ ബ്യൂട്ടിയൊക്കെ കാണിക്കുന്നൊരു പാട്ടാണ്. അപ്പോൾ ബാക്കി 2 പാട്ടും ഒരു ഇൻറ്റൻസ് മെലഡീസ് തന്നെയാണ്. ഇത് ശ്രീ സലീം അഹമ്മദ് ആദ്യം ഇതിൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വളരെ ഇൻറ്റൻസായിട്ട് കഥ പറയുന്ന ഒരാളാണ്. പത്തേമാരിയുടെ ഒരു വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷത്തെ സ്റ്റോറിയാണ്. 50 വർഷത്തിന് മുമ്പുള്ളതല്ല, ഒരു 50 വർഷത്തെ ഒരു യാത്രയാണ്, ഒരു ജീവിതയാത്രയാണ് സിനിമ. അപ്പോൾ അത്തരത്തിലൊരു സൗണ്ട്സ്കേപ്പും നമ്മളിതിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതായിരുന്നു ഒരു വലിയ ചലഞ്ച്. അത് കേരളമുണ്ട്, ദുബായ് ഉണ്ട്,
മാറുന്ന കേരളമുണ്ട്, ബോംബെ ഉണ്ട്. പിന്നെ തുടക്കത്തിലൊരു യാത്ര, ഉരുവിലെ യാത്ര, അത് നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ, പിന്നെ വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ള ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരിക്കലും പിന്നെ ഈ സിനിമയ്ക്ക് പുറത്ത് നിൽക്കരുത് എന്ന ഒരു അങ്ങനെ ഒരു റെസ്ട്രെയിൻറ്റ് ഞാൻ ഈ സിനിമയിലെടുത്തു.